മാംഗോ ഫ്രൂട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 മാങ്ങയാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഒരു നല്ല പൾപ്പുള്ള ഒരു പഴുത്ത മാങ്ങയും ഒരു പച്ച മാങ്ങയും. ഇനി നമുക്ക് മാങ്ങയുടെ തൊലി ചെത്താം നന്നായിട്ട്. പിന്നെ മാങ്ങ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമുക്ക് നല്ല പുളിയുള്ള പച്ചമാങ്ങയാണ് കിട്ടിയെങ്കിൽ നമുക്ക് 2 പഴുത്ത മാങ്ങ എടുക്കാം കേട്ടോ. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ നമ്മൾ അത്ര പുളിയുള്ള പച്ചമാങ്ങയല്ല. അപ്പോൾ ഞാൻ ഒരു മാങ്ങ എടുത്തുള്ളൂ, ഒരു മാമ്പഴമാണ് എടുത്തത്, ഒരു പച്ചമാങ്ങ എടുത്തു. ആദ്യം നമ്മൾ 2 നന്നായിട്ട് അതിൻ്റെ തൊലി കളയാം. സാധാരണ നമ്മൾ മാമ്പഴത്തിൻ്റെ തൊലി കളയണ പോലെ തന്നെ. ഫ്രൂട്ടിക്കായിട്ട് നമ്മൾ മാമ്പഴം എടുക്കുമ്പോഴേ കുറച്ച് പൾപ്പുള്ള മാങ്ങ എടുത്തോളൂ. നല്ല ദശ കട്ടിയുള്ള മാമ്പഴം എടുക്കണം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നല്ല തിക്നെസ് വരും നമ്മുടെ ഫ്രൂട്ടിക്ക്. അപ്പോൾ ഈ മാങ്ങ തൊലി ചെത്തി കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഈ പച്ചമാങ്ങ നന്നായിട്ട് തൊലി ചെത്തി ഇതേപോലെ തന്നെ ആദ്യം നന്നായിട്ട് തൊലി ചെത്താം. അപ്പോൾ അതിന് മുമ്പ് നേരത്തെ തന്നെ കഴുകി വയ്ക്കണം മാങ്ങ രണ്ടും, എന്നിട്ട് തൊലി ചെത്തിയാൽ മതി കേട്ടോ. പച്ചമാങ്ങയും തൊലി ചെത്തി കഴിഞ്ഞു. ഇനി നമുക്ക് 2 മാങ്ങയും മുറിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണം. അപ്പോൾ ആദ്യം നമുക്ക് പഴുത്ത മാങ്ങ പൂണ്ടെടുക്കാം. നന്നായിട്ട് മുഴുവൻ നല്ല പൾപ്പ് മുഴുവൻ പോരണ പോലെ പൂളിക്കോളൂ കേട്ടോ. എന്നിട്ട് വേണം കഷ്ണങ്ങളാക്കാൻ. മാമ്പഴം മുഴുവൻ പൂണ്ട് കഴിഞ്ഞു. ഇനി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വയ്ക്കുക. പൂള എന്നല്ലേ പറയുക, തൃശ്ശൂരൊക്കെ അങ്ങനെ പറയാം കേട്ടോ. മാമ്പഴം പൂള എന്നാണ് പറയുക. അപ്പോൾ അതിനെ ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് നമുക്ക് മുറിച്ച് വയ്ക്കുക ആദ്യം. അതിന് ശേഷം നമുക്ക് ഫ്രൂട്ടി ഉണ്ടാക്കാൻ തുടങ്ങാം. മാമ്പഴം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടോ. ഇനി പച്ചമാങ്ങ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതേപോലെ തന്നെ മുറിച്ചെടുക്കാം. നമ്മൾ 2 മാങ്ങയും ചെറുതായിട്ട് മുറിച്ചെടുത്തു. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കണ്ടില്ലേ, ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. അതിനുശേഷം ഒരു ചീഞ്ചട്ടിയിലേക്ക് 1 ഗ്ലാസ് വെള്ളം, നല്ലോണം നിറച്ചൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചോളൂ. അതിലേക്ക് ഈ കഷ്ണങ്ങൾ നമ്മൾ ഇട്ട് കൊടുത്ത് അത് വേവിച്ചെടുക്കണം. അപ്പോൾ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു. എന്നിട്ട് അടുപ്പത്ത് വെച്ച് അടച്ച് വെച്ച് വേവിച്ചോളൂ. ഒരു 10 മിനിറ്റ് കേട്ടോ. അത് നല്ല സോഫ്റ്റ് ആണോ അതുവരെ. അപ്പോൾ നമുക്ക് 10 മിനിറ്റ് അടച്ച് വയ്ക്കാം. അപ്പോഴേക്കും നമുക്കൊരു കാര്യം ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ 3/4 കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് അലിയിക്കണം. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതെന്നിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് അലിയിക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. തിളച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പഞ്ചസാര അലിഞ്ഞുണ്ടാവും. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് ഒന്ന് തണുക്കാൻ വയ്ക്കാം. നമുക്ക് മാങ്ങ തുറന്ന് നോക്കാം. 10 മിനിറ്റായി. ഇപ്പോൾ മാങ്ങ നന്നായി വെന്തു, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. മാങ്ങയുടെ പൾപ്പൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്കത് തണുക്കാൻ വയ്ക്കാം കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് കഴിയട്ടെ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മിക്സിയിലിട്ട് അടിക്കണം. നമ്മുടെ മാങ്ങയുടെ പൾപ്പൊക്കെ നന്നായിട്ട് തണുത്തു. ഇനി നമുക്ക് ഒരു മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. നമ്മുടെ വെന്ത മാങ്ങ കഷ്ണങ്ങളും അതിൻ്റെ വെള്ളവും എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സിയിൽ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കണം. നല്ലോണം അടിച്ചോളൂ ഒരു പ്രാവശ്യം. അപ്പോൾ ഞാനൊന്ന് അടിച്ചിട്ട് വരട്ടെ. അപ്പോൾ പൾപ്പ് നമ്മൾ നന്നായി അടിച്ചെടുത്തു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ? ഈ അടിച്ചെടുത്ത പൾപ്പ് നമ്മൾ ഒരു പാത്രത്തിലേക്ക് അരിക്കണം. നന്നായിട്ട് അരിച്ചെടുക്കണം. എന്താ അറിയുമോ, അതിൽ നാരൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അത് കുട്ടികൾ കുടിക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവും. വായലൊക്കെ നാര് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അത് കാരണം ആദ്യം ഒന്ന് നന്നായിട്ട് നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ അതിൽ വല്ല നാരൊക്കെ ഉണ്ടെങ്കിൽ പോവും. അത്രയേ ഉള്ളൂ ചെയ്യാൻ. വലിയ ആൾക്കാരാണെങ്കിൽ അത് ഇങ്ങനെ അരിക്കണം എന്നില്ല കേട്ടോ. അങ്ങനെ കുഴപ്പമില്ല. ഇപ്പോൾ കുട്ടികൾക്കും കൂടി കൊടുക്കണ കാരണം നമ്മളത് അരിച്ചെടുക്കുകയാണ്. അത് ശരിക്കും നല്ല പെർഫെക്റ്റായി കിട്ടാൻ വേണ്ടി നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ മിക്സിയിൽ അടിച്ച് നമ്മുടെ മാങ്ങ പൾപ്പൊക്കെ നന്നായിട്ട് അരിച്ചു. അതിൻ്റെ നാരൊക്കെ കളഞ്ഞു. ഇനി നോക്കൂ, അതിൻ്റെ തിക്നെസ് കണ്ടോ, എന്തൊരു കട്ടിയത് ഇപ്പോൾ. ഇനി നമുക്ക് നമ്മുടെ പഞ്ചസാര ലൈന് ചേർക്കണ്ടേ. അപ്പോൾ അത് കുറേശ്ശായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ആദ്യം കുറേശ്ശെ ഒഴിക്കുക, എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ പഞ്ചസാര കുറച്ച് കൂടുതൽ വേണ്ടവർക്ക് നല്ലോണം 1 കപ്പ് ഇടാം കേട്ടോ. ഞാൻ ഇവിടെ അത്ര അങ്ങോട്ട് മധുരം വേണ്ട വെച്ചിട്ട് 3/4 കപ്പ് ഇട്ടുള്ളൂ. അത്രയേ ഉള്ളൂ. പഞ്ചസാരയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു ചെറിയൊരു പുളിയും ചെറിയ മധുരമൊക്കെ ഉള്ള അല്ലേ ഫ്രൂട്ടി. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കൂ. ഇനിയും വെള്ളം ചേർക്കേണ്ടി വരും. മാങ്ങയുടെ പൾപ്പിൽ നമ്മൾ നല്ലോണം പഞ്ചസാര ലായനി ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഈ ചീഞ്ചട്ടിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്താ വെച്ചാൽ ഇത് നമുക്ക് ഒരു പ്രാവശ്യം കൂടി തിളപ്പിക്കണം. അതിന് മുമ്പ് നമുക്ക് ഇത് നല്ല തിക്നെസ് ഉണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ചേർക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ആദ്യം ഒരു 1/2 ഗ്ലാസ് വെള്ളം ആദ്യം ചേർക്കാം കേട്ടോ. 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നോക്കൂ, ഇപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസിക്ക് നമുക്ക് കൺസിസ്റ്റൻസി മനസ്സിലാവണില്ലേ. ഇപ്പോൾ ഇപ്പോഴും തിക്നെസ് ഉണ്ട്. അപ്പോൾ അത് തിളയ്ക്കുമ്പോൾ പിന്നെ ഇനിയും കുറച്ചും കൂടി കട്ടിയാവുക ചെയ്യുക. അപ്പോൾ ഒരു 1/2 ഗ്ലാസും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 ഗ്ലാസ് കൊണ്ട് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം.
അപ്പോൾ നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ചു. ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നല്ലോണം ഒന്ന് തിളയ്ക്കട്ടെ. തിളച്ചൊന്ന് കുറുകി വരുമ്പോൾ നല്ല ഒരു ഗ്ലേസിങ്ങും വരും ഈ നമ്മുടെ ഫ്രൂട്ടിക്ക്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. മീഡിയത്തിൽ വെക്കുക കേട്ടോ, അധികം ഹൈയിൽ വെക്കേണ്ട. മീഡിയത്തിൽ വെച്ചിട്ട് ഒന്ന് പതുക്കെ ഇരുന്ന് തിളയ്ക്കട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കിയാൽ മതി. നല്ല പാകമായി. അധികം നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് തിളച്ച് തുടങ്ങി കഴിഞ്ഞാൽ ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാം. അപ്പോൾ നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. നമുക്ക് വാങ്ങാം. നമ്മുടെ ഫ്രൂട്ടി പാകമായിട്ടോ, കണ്ടില്ലേ കൺസിസ്റ്റൻസി എല്ലാം കറക്റ്റാണ്. ഇനി നമുക്ക് അതൊരു സർവിങ് ബോളിലേക്ക് മാറ്റാം. മാറ്റുകയാണ്. അത് കഴിഞ്ഞിട്ട് അത് അടച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 മണിക്കൂറെങ്കിലും അത് തണുപ്പിക്കണം. അപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. ഇപ്പോൾ ഫ്രൂട്ടി തയ്യാറായി. 2 മണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സുകളിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൂട്ടി തയ്യാറായി, ഹോം മെയ്ഡ് ഫ്രൂട്ടി. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. നല്ല എളുപ്പമാണല്ലോ ഉണ്ടാക്കാൻ. ഒരു പച്ചമാങ്ങയും ഒരു പഴുത്ത മാങ്ങയും മാത്രമേ വേണ്ടൂ. പിന്നെ അതല്ല 10 മിനിറ്റ് കൊണ്ട് തയ്യാറാവുകയും ചെയ്യും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് 1 സ്പൂൺ വിനീഗർ ഒഴിച്ചിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ 10-20 ദിവസം അത് കേടുവരാതിരിക്കുകയും ചെയ്യും. ഞാനിപ്പോൾ അത് 3 ഗ്ലാസ്സേ ഉള്ളൂ ഇവിടെ. അത് കാരണം അങ്ങനെയൊന്നും ചെയ്തില്ല. അങ്ങനെ ചെയ്താൽ കുറച്ച് ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ അപ്പോൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരു പുതിയ ഡിഷായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. താങ്ക്